കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ സാധാരണക്കാരൻ രാവിലെ എഴുന്നേറ്റ് പത്രം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ടി വി തുറക്കുമ്പോഴോ അതുമല്ലെങ്കിൽ മൊബൈൽ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴോ കാണുന്ന വാർത്തകൾ പലപ്പോഴും യുദ്ധങ്ങളെക്കുറിച്ചോ അന്താരാഷ്ട്ര തർക്കങ്ങളെക്കുറിച്ചോ ആയിരിക്കാം. ഒരുപക്ഷെ തങ്ങളെ നേരിട്ട് ബാധിക്കാത്ത ദൂരദേശത്തെ കാര്യങ്ങളാണ് ഇവ എന്ന് കരുതി പലരും അത് മറികടന്നു പോയേക്കാം. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ കടലിടുക്കുകളിൽ രൂപപ്പെടുന്ന അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ പോക്കറ്റിനെയും അടുക്കളയെയും എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പൂമ്പാറ്റയുടെ ചിറകടി ലോകത്തിന്റെ മറ്റൊരു കോണിൽ കൊടുങ്കാറ്റായി മാറാം എന്ന ബട്ടർഫ്ലൈ ഇഫക്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ആഗോള ഇന്ധന വിപണിയിലാണ്. അത്തരമൊരു ഭീതിജനകമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ആഗോള സാമ്പത്തിക ഊർജ്ജ ഏജൻസികൾ ലോകത്തിന് നൽകുന്നത്. ഈ മാസം അവസാനത്തോടെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീങ്ങി അത് പൂർണ്ണമായി തുറന്നില്ലെങ്കിൽ വരുന്ന സെപ്റ്റംബർ മാസത്തോടെ ലോകം ഭീകരമായ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, അതായത് ഒരു റെഡ് സോണിലേക്ക് പതിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാത്തി ബിറോൾ ഈയടുത്ത് നടത്തിയ വെളിപ്പെടുത്തലുകൾ ആഗോള വിപണികളിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെട്ട സംഘർഷങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ടിട്ട് നാളുകളേറെയായി. ഇതുവരെ വിപണി പിടിച്ചു നിന്നത് വിവിധ രാജ്യങ്ങളുടെ പക്കലുണ്ടായിരുന്ന തന്ത്രപ്രധാനമായ കരുതൽ ശേഖരം കൊണ്ടായിരുന്നു. എന്നാൽ ഈ ആശ്വാസ തിരശീലകൾക്ക് ഇനി അധികം ആയുസ്സില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ആഴ്ചകളിൽ ഈ പാത പൂർണ്ണമായും തുറന്നു കൊടുത്തില്ലെങ്കിൽ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇന്ധന ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വികസ്വര രാജ്യങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് നൽകുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ഭൂപടത്തിൽ പെർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ ഉൾക്കടലിന്റെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഭൂമിശാസ്ത്രപരമായി വളരെ ചെറുതാണെങ്കിലും ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും നിർണ്ണയിക്കുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നുപോകുന്നത് ഹോർമൂസിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ലോക വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഏക പ്രകൃതിദത്ത മാർഗമാണിത്. അതുകൊണ്ട് തന്നെ ഈ പാതയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും ആഗോള വിപണിയിലെ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാന രക്തധമനി അടഞ്ഞുപോയാൽ എന്ത് സംഭവിക്കുമോ അതിന് സമാനമായ അവസ്ഥയാണ് ഹോർമൂസ് കടലിടുക്ക് അടയുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്നത്. നിലവിലെ ഇറാൻ സംഘർഷങ്ങൾ ഈ ധമനിയെയാണ് ബാധിച്ചിരിക്കുന്നത്. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുകയും എണ്ണക്കപ്പലുകൾക്ക് ദീർഘദൂര ബദൽ പാതകൾ തിരഞ്ഞെടുക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇത് സ്വാഭാവികമായും അസംസ്കൃത എണ്ണയുടെ വില സാധാരണ വിലയേക്കാൾ വളരെ മുകളിലെത്തിക്കുന്നു. ഈ പ്രതിസന്ധി ദീർഘകാലം തുടർന്നാൽ അത് ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകിടം മറിക്കും. ആഗോള ഊർജ്ജ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ വിദഗ്ധന്മാരിൽ ഒരാളായ ഫാത്തി ബിറോൾ മാധ്യമ പ്രവർത്തകയായ ഷെറിൽ ഭാനുവിന് നൽകിയ അഭിമുഖത്തിലാണ് നിലവിലെ സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകം പ്രധാനപ്പെട്ട 3 ഊർജ്ജ പ്രതിസന്ധികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒന്ന് 1973 അറബ് ഇസ്രയേൽ യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണ പ്രതിസന്ധിയാണ്. രണ്ടാമത് 1979 ഇറാൻ വിപ്ലവ കാലത്തുണ്ടായ പ്രതിസന്ധിയും. മൂന്നാമത് 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്പിനെ വിരിഞ്ഞു മുറുക്കിയ പ്രകൃതിവാതക എണ്ണ പ്രതിസന്ധിയുമായിരുന്നു. എന്നാൽ ഇവയെല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വികസിക്കുന്നത്. പ്രതിസന്ധിയുടെ ആദ്യഘട്ടങ്ങളിൽ വിപണിയെ ശാന്തമാക്കാൻ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി തങ്ങളുടെ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരത്തിൽ നിന്നും ഏകദേശം 400 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലേക്ക് ഒഴുക്കിയിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കരുതൽ ശേഖര റിലീസായിരുന്നു അത്. താൽക്കാലികമായി വിപണിയിലെ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ ഇതിന് സാധിച്ചെങ്കിലും ഈ കരുതൽ ശേഖരവും ശാശ്വതമല്ല. നിലവിൽ മറ്റൊരു അടിയന്തര റിലീസിന്റെ ആവശ്യമുണ്ടെന്ന് IEA കരുതുന്നില്ലെങ്കിലും ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന ഓരോ ദിവസവും രാജ്യങ്ങളുടെ പക്കലുള്ള ബഫർ സ്റ്റോക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വിപണിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ സുരക്ഷാ കവചങ്ങൾ ഇല്ലാതാകുന്നതോടെ വരും മാസങ്ങളിൽ എണ്ണവില നിയന്ത്രണാതീതമായി ഉയരുകയും ലോകം സാമ്പത്തിക തകർച്ചയുടെ റെഡ് സോണിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഊർജ്ജ പ്രതിസന്ധികൾ എപ്പോഴും മാക്രോ എക്കണോമിക്സ് അഥവാ വലിയ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുമ്പോൾ പെട്രോൾ, ഡീസൽ വിലകൾ കുതിച്ചുയരുന്നു. ഡീസൽ വില വർദ്ധിക്കുന്നത് ചരക്ക് നീക്ക കൂലി കൂട്ടാൻ കാരണമാകും. അത് വിപണിയിൽ വലിയ തോതിലുള്ള വിലക്കയറ്റത്തിന് വഴിവെക്കാനും സാധ്യതയുണ്ട്. ഇത് ലോകരാജ്യങ്ങളിൽ വലിയ തോതിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ ഉയർത്താൻ നിർബന്ധിതരാകും. പലിശ നിരക്ക് ഉയരുമ്പോൾ ഭവന വായ്പകളും വാഹന വായ്പകളും എടുത്ത സാധാരണക്കാരുടെ EMI തുകകൾ വർദ്ധിക്കുകയും അവരുടെ കൈവശമുള്ള പണം കുറയുകയും ചെയ്യും.
ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുമ്പോൾ വിപണിയിലെ കച്ചവടം മന്ദഗതിയിലാവുകയും കമ്പനികൾ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ആത്യന്തികമായി കമ്പനികളിലെ പിരിച്ചുവിടലിലേക്കും അതുപോലെ തൊഴിലില്ലായ്മയിലേക്കും നയിക്കും. ഈ ഒരു ചെയിൻ റിയാക്ഷൻ വരാനിരിക്കുന്ന സെപ്റ്റംബറോടെ പൂർണ്ണമായ സാമ്പത്തിക മാന്ദ്യമായി മാറും എന്ന് സാമ്പത്തിക ഏജൻസികൾ പ്രവചിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ മറ്റു വഴികളിലൂടെ എണ്ണ എത്തിച്ചുകൂടെ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും തങ്ങളുടെ പ്രധാന എണ്ണപ്പാടങ്ങളിൽ നിന്നും ഹോർമൂസ് കടലിടുക്കിനെ മറികടന്ന് ചെങ്കടലിലേക്കോ ഒമാൻ ഉൾക്കടലിലേക്കോ എണ്ണ എത്തിക്കാൻ വലിയ പൈപ്പ് ലൈനുകൾ നിലവിലുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഈ പൈപ്പ് ലൈനുകളുടെ പരമാവധി ശേഷി എന്ന് പറയുന്നത് ഹോർമൂസിലൂടെ കടന്നുപോകുന്ന ആകെ എണ്ണയുടെ പകുതി പോലും കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ഉള്ളതല്ല. കൂടാതെ ഈ ബദൽ സംവിധാനങ്ങൾ പെട്ടെന്നൊരു ദിവസം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കുക എന്നതും പ്രായോഗികമായ കാര്യമല്ല. മറ്റൊരു പ്രധാന മിഥ്യാധാരണ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കും, അതായത് സൗരോർജ്ജം, കാറ്റ് തുടങ്ങിയവ, അതിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത്തരം എണ്ണ പ്രതിസന്ധികൾ ഇനി ലോകത്തെ ബാധിക്കില്ല എന്നതാണ്. തീർച്ചയായും ലോകം ഹരിത ഊർജ്ജത്തിലേക്ക് ചുവട് വെക്കുകയാണ്. എന്നാൽ ആഗോള ഗതാഗത സംവിധാനങ്ങളും വലിയ വ്യവസായശാലകളും ഇപ്പോഴും ഫോസിൽ ഇന്ധനങ്ങളെയാണ് ഭൂരിഭാഗവും ആശ്രയിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കോ സോളാർ പവർ പ്ലാന്റുകളിലേക്കോ മാറാൻ ലോകത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹോർമൂസ് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകളിലെ തടസ്സങ്ങൾ ഇപ്പോഴും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ നിലനിർത്തുന്ന ശ്വാസവായുവിനെ തടയുന്നതിന് തുല്യം തന്നെയാണ്. വരും ആഴ്ചകളിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാക്കിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകും എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനും മറ്റ് ലോകശക്തികളും തമ്മിലുള്ള ചർച്ചകൾ വിജയിക്കുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണ സുരക്ഷിതമാവുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോള ഊർജ്ജ ഏജൻസികൾ നൽകിയ ഈ സമയപരിധി, അതായത് ഈ മാസം അവസാനം എന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പാണ്. ഫാത്തി ബിറോളിന്റെ വാക്കുകൾ കേവലം ഒരു സാമ്പത്തിക ഭീഷണിയായല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്കുള്ള ഒരു തിരുത്തൽ നോട്ടീസായി വേണം കാണാൻ. ഫോസിൽ ഇന്ധനങ്ങളെയും ചില പ്രത്യേക ഭൂപ്രദേശങ്ങളെയും മാത്രം അമിതമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ലോകക്രമം എത്രത്തോളം അപകടകരമാണെന്ന് ഈ പ്രതിസന്ധി വീണ്ടും തെളിയിക്കുന്നു. കേവലം ഒരു കടലിടുക്കിലെ തർക്കം കൊണ്ട് ലോകം മുഴുവൻ പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും നീങ്ങുന്നുവെങ്കിൽ നമ്മുടെ വികസന മാതൃകകൾക്ക് എവിടെയോ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. താൽക്കാലികമായി കരുതൽ ശേഖരങ്ങൾ തുറന്നുവിട്ടും പലിശ നിരക്കുകൾ മാറ്റിയും വിപണിയെ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ശാശ്വതമായ പരിഹാരമെന്നത് ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണവും നയതന്ത്രപരമായ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതുമാണ്. ഈ ജൂൺ മാസം നിർണായകമാണ്. ലോക നേതാക്കൾ എത്രത്തോളം വിവേകത്തോടെയും വേഗതയോടെയും ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ ലോകം സാമ്പത്തിക തകർച്ചയുടെ ചതുപ്പിലേക്ക് വീഴുമോ അതോ സുരക്ഷിതമായി കരകയറുമോ എന്നത്. ഒത്തൊരുമിച്ചുള്ള നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ കടുത്ത വില നൽകേണ്ടി വരുന്നത് ലോകത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യർ മാത്രമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.